നമ്മൾ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം വരികയും ഭരണകൂടം അത് തീരുമാനിക്കുകയും അതിനെ തുടർന്നൊരു വിവാദം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് മുൻപാണെങ്കിലും ഭരണഘടനാ കമ്മിറ്റി അംഗീകരിക്കുക കൂടി ചെയ്താണ് വന്ദേ മാതരത്തിന്റെ ആദ്യ 4 വരികൾ പാടിയാൽ മതി എന്നുള്ളത്. പക്ഷെ അത് വീണ്ടും ഈ വന്ദേ മാതരം മുഴുവനായിട്ട് പാടുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ഇന്ത്യ എന്ന രാജ്യം ഏറ്റെടുക്കേണ്ടത്? കാരണം അതിന്റെ പിന്നീടുള്ള വരികളിൽ മൊത്തം ഈ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട കുറെ ചിഹ്നങ്ങളും അടയാളങ്ങളുമാണുള്ളത്. പക്ഷെ അത് പാടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മതവിശ്വാസികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അല്ലാതെ അതിനെ പറ്റില്ല, ഭരണകൂടത്തിന്റെ ഒരു നിയമം ഇത് അവരിങ്ങനെയാണ് പറയുന്നത്, അത് ചെയ്യണമെന്ന് പറയാൻ പാടുണ്ടോ നമ്മൾ? അങ്ങനെയല്ല. നമ്മൾ ശരിക്കും ഈ വന്ദേ മാതരത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് സെഷനിൽ അത് ആലപിക്കുന്ന 1896 മറ്റോ ആണ് ആദ്യമെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ എൻ്റെ ഓർമ്മ അതാണ്. അങ്ങനെ കോൺഗ്രസ്സിൽ ഇത് പാടിയിരിക്കുന്ന പാട്ട് പിന്നീട് 40 വർഷം പാടുന്നതിന് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. 6 സ്റ്റാൻസയും പൂർണ്ണമായിട്ടാണ് 40 വർഷവും പാടിയിരുന്നത്. കോൺഗ്രസിൻ്റെ ഏത് സെഷനിൽ എപ്പോൾ ഇത് പാടുന്നുണ്ടോ ആ സമയത്തെല്ലാം വന്ദേ മാതരം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ശീലിച്ചിരിക്കുന്ന ആദ്യത്തെ വരികൾ മാത്രമല്ല, പൂർണ്ണമായിട്ടും ഈ 6 സ്റ്റാൻസയും പാടുമായിരുന്നു. അപ്പോൾ അതിൽ പാടുന്നതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട്. 4 പതിറ്റാണ്ട് ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വന്ദേ മാതരം അതിന് മുമ്പ് വന്നതാണ്, പക്ഷെ കോൺഗ്രസ് ഇതിനെ സ്വീകരിച്ചതിന് ശേഷം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് വളരെ ക്രിട്ടിക്കലി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. 1937 ഒക്ടോബർ മാസത്തിലോ മറ്റാണ് ലീഗിന് വളരെ കാര്യമായിട്ടുള്ള എതിർപ്പുണ്ടാകുന്നു. ലീഗിന് ആദ്യവും എതിർപ്പുണ്ടാകുന്നുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് 1908-ലോ 10-ലോ ഒക്കെ തന്നെ അവർ ആദ്യം പ്രശ്നം പറയുന്നുണ്ട്. പക്ഷേ ലേറ്റ് 30s അവർ സ്ഥിരമായിട്ട് ഇതിനെതിരെ അഭിപ്രായം പറയുന്നുണ്ട്. ജിന്നയുടെ നേതൃത്വത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതിൽ ഹിന്ദു റിലീജിയസ് എലമെൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റില്ല എന്ന്. പക്ഷേ കോൺഗ്രസ്സിൽ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവരത് പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ, അവർക്ക് അതിനെപ്പറ്റി ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ലേറ്റ് 1930s ആണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ഉടനെ എത്തപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് കോൺഗ്രസ് ഒരു കമ്മിറ്റി കൂടുന്നു. അതിൽ നെഹ്റു ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, മൗലാന ആസാദ് ഉണ്ട്, എനിക്കൊന്ന് പട്ടേലുണ്ട്, രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ടാഗോറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടാഗോറിനെയും ഗാന്ധിയും എക്സ്റ്റേണലാണ്, പക്ഷെ അവരുടെ ഒപ്പീനിയൻസും കൂടി അവരെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ഓക്കെ ആദ്യത്തെ വരികൾ മാത്രം മതി, അത് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയെ പറ്റിയും ബൗണ്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ അസറ്റ്സിനെ പറ്റി പറയുന്നു, അപ്പോൾ അതുകൊണ്ട് അത് മാത്രം മതി എന്നവർ തീരുമാനിക്കുകയാണ്. സത്യത്തിൽ ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ താല്പര്യപ്പെടുത്തി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു, മറ്റു തരത്തിലല്ല. കാരണം ഇതിൻ്റെ കംപ്ലൈനൻറ്റ് വാസ് മുസ്ലിം ലീഗ്, കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളല്ല. 40 വർഷം പാടിയപ്പോൾ ആർക്കും പ്രശ്നമില്ല, പൂർണ്ണ രൂപത്തിലാണ് പാടിയത്. ആ സമയത്ത് തീരുമാനിക്കുകയാണ് ഇതിങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെങ്കിൽ അത് നമ്മൾ തുടർന്ന് പോവുകയാണ്. സത്യത്തിൽ ആ ഗാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. ഒരു തർക്കവും ആർക്കും അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതില്ല. സ്വദേശി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മൊത്തത്തിലുള്ള നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. വന്ദേ മാതരം എന്ന് പറയുന്നത് തന്നെ സ്ലോഗനായി മാറുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ പ്രാധാന്യമുള്ള ഫുൾ സ്റ്റാൻസ് 40 വർഷം പാടാൻ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പാട്ടിനെ ചില കാരണങ്ങളാൽ അതിനെ ട്രങ്കേറ്റ് ചെയ്തൊരു ഭാഗം മാറ്റുകയും അതിനെ ഫുള്ളി അതിൻ്റെ 150-ാം വാർഷികത്തിൽ റെസ്റ്റോർ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്രപരമായ കറക്ഷനാണ്. ഒരു തെറ്റിനെ കറക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ആ പാട്ട് അതിൻ്റെ ഫുള്ളസ്റ്റ് ആയിരുന്നു, അങ്ങനെയാണ് ആൾക്കാർ പാടിക്കൊണ്ടിരുന്നത്, അങ്ങനെ അത് വിപ്ലവ വീര്യം കൊടുത്തിരുന്നതാണ്. സ്വദേശി മൂവ്മെൻറ്റിന് അടക്കം പിന്നീട് ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിരുന്നതാണ്. ഈ പാട്ടിനോട് ചരിത്രപരമായ വിയോജിപ്പും എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുള്ള 2 എൻറ്റിറ്റീസേ ഉള്ളൂ. ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്, അവരതിനെ ബാൻ ചെയ്തു. 2 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. വേറെ ആർക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ന്യായമായ കാരണങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ഫ്രീഡം മൂവ്മെൻറ്റിനെ ആൾക്കാരെ പ്രചോദിപ്പിക്കുന്നു, ദേശീയവികാരം. 40 വർഷം കഴിഞ്ഞിട്ട് വളരെ കൊടുമ്പിരിക്കൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതായത് നേരത്തെ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് കോൺഗ്രസ്സിലെ മുസ്ലിങ്ങൾക്ക് ഇതിനകത്തിൽ പ്രശ്നമില്ല, അവരിത് പാടുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ട്രങ്കേറ്റ് ചെയ്യപ്പെട്ടു പോയ വന്ദേ മാതരത്തിനെ റെസ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കാം, 100%. കാരണം അത് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതിയെ
നമ്മളതിനെ മാറ്റുകയാണ്. ആ ഗാനത്തിനോട് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ്. അന്ന് സംസാരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും പറഞ്ഞത് തന്നെയാണ്, ചരിത്രപരമായിട്ടുള്ള ഒരു നീതി നിർവഹണം നടപ്പാക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ അതിനകത്തിലെ ഹിന്ദു എലമെൻസ് ആണ്. ദേവതാ സങ്കല്പങ്ങളുണ്ട്, ദുർഗ എന്ന രീതിയിൽ പറയുന്നുണ്ട്, സരസ്വതി സങ്കല്പങ്ങളുണ്ട്, ലക്ഷ്മി സങ്കല്പങ്ങളുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ ലാൻഡിനൊരു കൾച്ചറുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് സംസ്കാരം, അവർക്ക് ദൈവങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെതെന്ന രീതിയിലത്തേക്ക് അവർ മാറ്റാനായിട്ട് തയ്യാറല്ല. അവരുടെ ഫണ്ടമെൻ്റലി ആ നാടിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെ ആ രാജ്യം ഇന്നും അംഗീകരിക്കുന്നുണ്ട്. റോമിലില്ലേ, റോമൻ ഗോഡ്സ് അല്ലേ, ഇത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരാൾ പോയിട്ട് അയ്യോ സിയൂസ് എൻ്റെ ദേവതയല്ല, വീനസ് എൻ്റെ ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലാൻഡിൻ്റെ കൾച്ചർ മാറുന്നില്ല. നിങ്ങൾ സെക്യുലർ ആയിരിക്കാം, നിങ്ങൾ എന്തും ആയിരിക്കാം, പക്ഷേ ഈ ലാൻഡിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഇന്ത്യയുടെയും ഈ ലാൻഡിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഈ സരസ്വതിയും ദുർഗയും ഒക്കെ. അതുകൊണ്ട് തന്നെ അതിനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്യുലറിസത്തിനുള്ള വെല്ലുവിളിയല്ല. ആ രീതിയിൽ ഇതിനെ കാണേണ്ടതില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ്, സുപ്രീം കോടതിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആവർത്തിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത് ഈസ് എ കംപ്ലീറ്റ്ലി സെക്യുലർ ഫങ്ഷൻ. സൈന്യം പൂർണ്ണമായും മതേതരമാണ്, സെക്യുലറാണ്. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൻ്റെ വാർ ക്രൈ എന്താ? ദുർഗേ മാതാ കി ജയ്, ദുർഗേ മാതാ കി ജയ് എന്നുവെച്ചാൽ ദുർഗാ മാതാ കി ജയ് എന്ന മീനിങ് തന്നെ. സെക്യുലർ ഫങ്ഷനാണ്. അതിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയം മുതൽ ഇന്ന് വരെയും അതിൻ്റെ വാർ ക്രൈ ദുർഗേ മാതാ കി ജയ്. 75% ഹിന്ദു രാജ്പുത്സാണ് ഈ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിലുള്ളത്. 25% മറ്റ് മതവിഭാഗങ്ങളില്ല. ഗോർഖാസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട്. നമ്മുടെ നാട്ടിലറിയാലോ ഈ മിക്സ്ഡ് ക്ലാസ് സംവിധാനം ഇപ്പോഴും റെജിമെൻ്റലായിട്ട് തുടരുന്നുണ്ട്, കോടതികളുടെ അനുവാദത്തോടു കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെജിമെൻറ്റിൻ്റെ സ്വഭാവത്തിനെ നമ്മൾ മാറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്പുത്താന റൈഫിൾസ്, രാജ്പുത്ത് റെജിമെൻറ്റ്, ഇതിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെജോറിറ്റി രാജ്പുത്സ് തന്നെ ആയിരിക്കും. സിഖ് റെജിമെൻറ്റിൻ്റെ മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ സിഖുകാരെ റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെ. ഗോർഖായ്ക്കാകുമ്പോൾ നേപ്പാളി ഇതുള്ള ആൾക്കാരെയാണ് അങ്ങനെ എടുക്കുക, അതായത് അവിടെ നിന്നുള്ള ഒറിജിനലുള്ള ആൾക്കാരുടെ. അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനെ ആൾക്കാർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്യുലർ ആണല്ലോ, പിന്നെന്തിനാണ് പ്രാദേശിക പരിഗണന, പിന്നെന്തിനാണ് മതപരിഗണന, ജാതി പരിഗണന എന്നൊക്കെ പറഞ്ഞു. ജാട്ട് റെജിമെൻ്റ് ഉണ്ട്. ആരാ? ജാട്ടുകാരാണ് കൂടുതൽ. സിഖ് റെജിമെൻറ്റിലെ സിഖുകാരാണെന്ന് പറഞ്ഞ പോലെ ജാട്ട് റെജിമെൻറ്റിലെ ജാട്ടുകാരാണ് കൂടുതൽ. അതൊരു കാസ്റ്റാണ്, ആൾക്കാരെ എടുക്കുന്നുണ്ട്. പക്ഷേ കോടതി പറഞ്ഞിട്ടുണ്ട് ഇല്ല, അതിൻ്റെ ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്, അത് കൊടുക്കുന്നൊരു കൊഹസീവ്നെസ് ഉണ്ട്, ആ സാധനത്തിനെ മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുർഗേ മാതാ കി ജയ് എന്ന് പറയുന്നത് അൺചാലഞ്ച്ഡ് ആയിട്ട് പോകുന്നത്. രാജ്പുത്താന റൈഫിൾസ് പറഞ്ഞല്ലോ, അവരുടെ വാർ ക്രൈ എന്താണ്? അതിനകത്തിലും മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നതിന് ചെറിയ വിഭാഗത്തിലാണെങ്കിലും ആൾക്കാരുണ്ട്. എന്താ പറയുന്നത് അവർ? രാജാ രാമചന്ദ്ര കി ജയ് എന്നാണ് പറയുന്നത്. ജയ് ബജറംഗ് ബലി പറയുന്ന എത്രയോ റെജിമെൻറ്റുകൾ ഇന്ത്യക്കുണ്ട്. ജ്വാലാമാതാ കി ജയ് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മുടെ സെക്യുലർ സ്വഭാവത്തിനെ മാറ്റുന്നതേ ഇല്ല എന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൽ ഏറ്റവും ചുരുങ്ങിയത് 5% മുസ്ലിങ്ങളെങ്കിലുമുള്ള 25% നോൺ ഹിന്ദുസ് ഉള്ള ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിന് ദുർഗേ മാതാ കി ജയ് എന്ന് പറയാമെങ്കിൽ വന്ദേ മാതരത്തിൽ ദുർഗെ പറഞ്ഞാൽ എന്താ കുഴപ്പം? കാരണം അത് ഈ ലാൻഡിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിൽ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ഇടുന്ന സുപ്രീം കോടതിയിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഹിന്ദു സ്ക്രിപ്ചർ അല്ലേ? നമ്മുടെ നാട്ടിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ മുണ്ടകോപനിഷത്തോ തൈത്തിരിയോപനിഷത്തോ ഏതെങ്കിലും അങ്ങനത്തെ ഉപനിഷത്തുകളിൽ നിന്നോ വേദത്തിൽ നിന്നോ ഒക്കെ തന്നെ എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അത് എടുത്തിരിക്കുന്നത് എന്തിനാ? ഇതെല്ലാം എടുത്തിരിക്കുന്ന 2014 ശേഷം നരേന്ദ്രമോദി വന്നിട്ടല്ലല്ലോ. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്? കാരണം ഈ ലാൻഡിൻ്റെ കൾച്ചറാണ്, ഇവിടെയുള്ള സ്ക്രിപ്റ്റേഴ്സാണ്. നമ്മുടെ കംപ്ലീറ്റ്ലി സെക്യുലർ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൈന്യത്തിൻ്റെ ആയുധങ്ങൾ നോക്കൂ. പിനാക, അഗ്നി, പൃഥ്വി, ധനുഷ്. S-400 ആണല്ലോ നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് സുദർശന ചക്ര എന്നാണ്. എവിടുന്നാണ് സുദർശന ചക്ര വന്നത്? ഹിന്ദു സ്ക്രിപ്ചറാണ്. മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് അല്ലേ? ശ്രീകൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള കാര്യമാണ് സുദർശന ചക്ര. ആ പേര് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു എനിക്കൊന്ന് സർഫസ് ടു എയർ മിസൈലാണെന്ന് തോന്നുന്നു, തൃശൂൽ.
പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ തൃശ്ശൂർ വരുന്നത് ശിവൻ്റെയാണ്. തൃശ്ശൂർ ബ്രഹ്മോസിനകത്ത് ഈ ബ്രഹ്മപുത്രയാണെന്നും ഉണ്ട്, പിന്നെ മോസ്കോ ഇതിൻ്റെ ഇത് പറയുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അതിൻ്റെ നെയിം എന്താണ്? അങ്ങനെ എത്രയോ സാധനങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. റെജിമെൻ്റൽ ക്രൈ, സ്വാമിയെ ശരണമയ്യപ്പ ഉണ്ട്. റെജിമെൻ്റൽ വാർ ക്രൈ ആയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗം. നമ്മൾ എവിടെയെങ്കിലും ഇതിൽ അള്ളാഹു അക്ബർ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ ലാൻഡിൻ്റെ ഇൻഹറൻറ്റ് കൾച്ചറിനകത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പുറത്തുനിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഇപ്പം ഈ പറഞ്ഞതുപോലെ അഗ്നി, പൃഥ്വി, ധനുഷ്, ഇങ്ങനെയുള്ള പേരുകളുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഹിന്ദു നെയിംസാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു വെപ്പണിന് നമ്മൾ സെയ്തലവി എന്ന് പേരിടുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ സർഫസ് ടു സർഫസ് മിസൈലിന് ജോർജ് എന്ന് പേരിടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ആ പേരിനോടുള്ള അല്ലെങ്കിൽ ആ മതവിഭാഗത്തിനോടുള്ള വിരക്തിയൊന്നുമല്ല, മറിച്ച് നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഈ നാടിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരേ സമയം ഒരു മതവുമാണ്, അതൊരു സംസ്കാരവുമാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എലിമെൻസ് ഉണ്ട്. ആ എലിമെൻസിനെ സ്വീകരിക്കുന്നുണ്ട്. ആ എലിമെൻസിനെ സ്വീകരിക്കാൻ ഇവിടെ വേറെ ഭരണാധികാരികൾക്കോ ഭരണകൂടങ്ങൾക്കോ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് അതിനകത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അത് ഈ ലാൻഡിൻ്റെ കൾച്ചറാണ്. നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ഇപ്പം ഗുരുദ്വാര പ്രവേശിക്കുന്നുണ്ട്, എല്ലാ ആൾക്കാരും അവിടുത്തെ ഡെക്കറം കീപ്പ് ചെയ്തിട്ട് വേണ്ടേ പോകാൻ? ആ തലയിൽ ആ സ്കാർഫ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് വേണ്ടേ പോകാൻ? അല്ലാതെ ഇത് സെക്കുലർ സ്ഥലമാണ്, എനിക്ക് എൻ്റെ മതവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് റിലിജനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട സമയത്ത് അതല്ലാതെ നമ്മൾ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പുള്ള ഒരു സുപ്രീം കോടതി കേസുണ്ട്, മേ ബി 2 വർഷമായിട്ടുണ്ടോ, അല്ലെ 1 വർഷം മാക്സ്. അയാളുടെ പേര് ഞാൻ മറന്നു. ഒരു തമിഴ് പേരെന്തോ ഉള്ളൊരു കക്ഷിയാണ്. ലെഫ്റ്റനൻ്റാണ്, സൈന്യത്തിൽ ലെഫ്റ്റനൻ്റാണ്. ഇയാൾ പറഞ്ഞത്, സൈന്യത്തിലെ അറിയാമല്ലോ, സൈന്യത്തിൽ പിന്നെ എല്ലാ മതവിഭാഗങ്ങളുടേതായിട്ടുള്ള ആരാധനയുണ്ട്. ഇത് എല്ലാവരും ജോയിൻ്റായിട്ട് ചെയ്യണം. എൻ്റേതല്ല എങ്കിലും ഞാനതിനെ സഹായിക്കണം. ആരതി ഒഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരതി ഒഴിയണം. ഇതെല്ലാം ഞാൻ ചെയ്യണം. ഇയാൾ പറഞ്ഞു, ഇയാളുടെ പേരെന്തോ ഒരു സ്റ്റാലിൻ കുമരേശൻ എന്നോ സംതിങ്, അങ്ങനെ എന്തോ പേരാണ്, എന്തോ ഒരു കുമരേശൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് പറ്റില്ല, ഞാൻ എന്തോ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്തോ ആണ്, അതുകൊണ്ട് എനിക്ക് ആരതി ഒഴിയാനും മറ്റു പരിപാടിയൊന്നും പറ്റത്തില്ല. ഞാനതുകൊണ്ട് കോർട്ട് യാർഡിൽ നിൽക്കാം, ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൈന്യം ഇയാൾക്കെതിരെ നടപടിയെടുത്തു. ഇയാൾ പറഞ്ഞത് എന്താ? എനിക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട്, എനിക്ക് റിലിജിയൻ ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട്, എൻ്റേതല്ലാത്തതിനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, എന്നെ അതിനെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട്. സൈന്യം പറഞ്ഞു പറ്റില്ല, കോർട്ട് മാർഷൽ ചെയ്യുന്ന പോലെ ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നു, ഇയാളെ പിരിച്ചുവിടാൻ എന്തോ തീരുമാനിക്കുന്നു. അയാൾ ചലഞ്ച് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഇയാളുടെ വാദം, ഒന്ന്, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൈന്യം എന്ന് പറയുന്നത് സെക്യുലർ ഫംഗ്ഷനാണ്. 2, എനിക്ക് ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് മതസ്വാതന്ത്ര്യമുണ്ട്, എനിക്കിത് പറ്റില്ല, ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, ചെയ്യത്തില്ലെന്ന്. സുപ്രീം കോടതി എന്താ പറഞ്ഞു? പറ്റില്ല, യു ആർ നോട്ട് ഫിറ്റ് ടു ബി ഇൻ ദി ആർമി. നിങ്ങളുടെ കീഴിൽ എത്രയോ യൂണിറ്റുകളുണ്ട്, യു ആർ സെറ്റിംഗ് എ റോങ് എക്സാമ്പിൾ. നിങ്ങളെപ്പോലെ ഓരോരുത്തരും അവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കുന്നത് ആർമിയുടെ കൊഹസീവ്നെസ്സിനെയാണ്, യൂണിറ്റിയാണ്. എല്ലാവരും ചേർന്ന് വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അത്തരത്തിലുള്ള ചിന്തകൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ സമത്വവും മതസ്വാതന്ത്ര്യവും എല്ലാം അനുവദിക്കുന്ന സുപ്രീം കോടതിയാണ്. അയാളുടെ പുറത്താക്കിയിരിക്കുന്ന നടപടി ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതും. അതായത് ഇത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഫാത്തിമ തെഹ്ലിയ എവിടെയോ വിളക്ക് കത്തിച്ചപ്പോഴത്തേക്ക് കുറേ ചേട്ടന്മാരിറങ്ങി അയ്യോ വിളക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞു. മുസ്ലിം പള്ളികളിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ വിളക്കിന് ഹറാമുണ്ടോ? വിളക്ക് ഹറാമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചിന്ത നമ്മൾ എന്തിലും ഏതിലും അങ്ങ് മതം കാണേണ്ട ആവശ്യമില്ല. ചിലത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ നമ്മൾ കഴിക്കുന്നതിൽ മതം, നമ്മുടെ ശരീരത്തിൽ മതം, നമ്മൾ ധരിക്കുന്നതിൽ മതം, അങ്ങനെ നമ്മളൊന്നിനെയും കാണേണ്ട ആവശ്യമില്ല. ഇത് ഈ നാടിൻ്റെ ഒരു സംസ്കാരമാണ്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അങ്ങനെ ഉണ്ടാവേണ്ട കാര്യവുമില്ല. അപ്പോഴാണ് നമുക്കൊരു ഹാർമണി ഒക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ എന്തിലും ഏതിലും മതം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ആ ചിന്തയാണ് ഇന്ന് പല ആൾക്കാർക്കുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വന്ദേമാതരം ഞാൻ പിന്നെ ഇവിടെ പാടില്ല, കേൾക്കില്ല. ഇവിടെ കേൾക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വന്ദേമാതരം ഫുള്ള് കേൾക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് നയപ്രഖ്യാപനത്തിൽ ഫുൾ വന്ദേമാതരം കേൾക്കാത്ത ആൾക്കാർ DK ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോൾ അവിടെ വേദിയിൽ നിന്നിട്ട് വീണ്ടും വന്ദേമാതരം ഫുള്ള് കേട്ടതല്ലേ. നമ്മൾ എന്തിനാ ഈ കോൺഫ്രണ്ടേഷന് പോകുന്നത്? അതിനെ അങ്ങനെ അംഗീകരിക്കുന്നു, അത് ഇവിടുത്തെ ഒരു പാട്ടാണ്. ആ പാട്ടിന് നിങ്ങളുടെ റിലീജിയസ് കോൺസെപ്റ്റിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിനെ യുണൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്ററി അതിനുണ്ട്. ഡിവിസീവ്നെസ്സിന് വേണ്ടിയിട്ടല്ല ആ പാട്ടുണ്ടാക്കിയത്.
ആ പാട്ട് വാസ് എ സിമ്പിൾ ഓഫ് യൂണിറ്റ്. എന്നിട്ട് ആ പാട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഡിവിഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല. അപ്പോൾ അതിനകത്തുള്ള എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമേ ഇല്ല. വന്ദേമാതരം അതിൻ്റെ ഫുള്ളസ്റ്റായിട്ട് അതിന് പാടണം. ഇത്രയും കാലം അങ്ങനെ പാടാതിരുന്നത് ആ ഗാനത്തിനോട്, ആ ഗാനം പാടിയിരുന്ന ആൾക്കാരോട്, ആ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരോട് ഉണ്ടായി ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള അനീതിയായിരുന്നു. അതൊരു കോഴ്സ് കറക്ഷൻ ഇപ്പോൾ ഉണ്ടായി. എന്നിട്ടും അതിനെ എതിർക്കുക, മതപരമായ കാരണത്താൽ എതിർക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്, രണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഈ രണ്ടാൾക്കാർ മാത്രമാണ് അതിനെ കൺവെൻഷനലി എതിർത്തിട്ടുള്ളത്. നമ്മൾ അതിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതിൽ ഞാൻ കാണുന്ന ഒരു ചെറിയൊരു അപകടം കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഈ സാംസ്കാരിക ചിഹ്നങ്ങളെ ഐഡിയലൈസ് ചെയ്യുകയും അതൊരു വിഗ്രഹവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുർഗാദേവി ആണെങ്കിലും സരസ്വതി ആണെങ്കിലും അതിന്റെ ചിഹ്നങ്ങളാണെങ്കിലും ഇതിനൊക്കെ ഐഡിയലൈസ് ചെയ്യുമ്പോൾ ഒരു സാംസ്കാരിക ദേശീയത എന്ന രീതിയിലേക്ക് പോവുകയും അതൊരു മെജോറിറ്റേറിയനിസത്തിലേക്ക് എത്തുകയും ചെയ്യും, മെജോറിറ്റിയുടെ റൂളിലേക്ക് എത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ശരിക്കും ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ദേശീയതയല്ല, ഫ്രറ്റേണിറ്റി, ഈക്വാലിറ്റി ഇതൊക്കെ അടങ്ങുന്ന അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്? ഈ നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഭരണഘടന നിർമ്മിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ട്രഡീഷൻ, ഇപ്പോൾ ശബരിമല കേസിൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഉണ്ടായിരുന്നു. ഭരണഘടന ഉണ്ടാകുന്നത് 1950-ലാണ്. ശബരിമലയിലെ ആചാരങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവിടെയുണ്ട്. അപ്പോൾ ഇതിൽ ഏതിനാണ് പ്രസിഡൻസ് ഉണ്ടാകേണ്ടത്? നേരത്തെ ഉണ്ടായിരുന്ന ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കൾച്ചറൽ വാല്യൂസ്, അതിനെങ്ങനെ ട്രഡീഷണലി കൈകാര്യം ചെയ്ത് കൈമാറ്റം ചെയ്ത് വന്നിരിക്കുന്ന ഒരു കാര്യത്തിനെ പിന്നീട് ഉണ്ടാക്കുന്ന ഒരു നിയമത്തിനനുസരിച്ച് നമ്മൾ ഓൾട്ടർ ചെയ്യുകയാണോ വേണ്ടത്, അതോ അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരിക്കലും ഇന്ന് മുതൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇതിനെ ഇപ്പോൾ സാംസ്കാരിക ദേശീയത എന്ന രീതിയിലത്തേക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ചിഹ്നങ്ങളാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മെജോറിറ്റി അത്തരം ചിഹ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് അല്ല. എത്തീസ്റ്റ് എന്ന് വിളിക്കാവുന്ന, ഈശ്വരവിശ്വാസിയോ ദൈവ ആരാധനാ വിശ്വാസിയോ അല്ലാതിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇതെല്ലാം വന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റെജിമെൻറ്റ്സ് എല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളെ പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തോ ഇതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു നേവിയുടെ പുതിയ ഒരു എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ വെസൽ, ആ വെസലിനെ നീരണിയിക്കുന്ന ചടങ്ങുകളിൽ എത്രയോ പൂജകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് നിറയെ പൂജകളും കാര്യങ്ങളും ഇപ്പോഴും നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് പൂജകൾ നടക്കുന്നതിൻ്റെ ഫുട്ടേജസ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു എതിർപ്പുമില്ല, അദ്ദേഹം അവിടെ ഇരിക്കുക. അദ്ദേഹത്തിൻ്റെ വിശ്വാസിയാണോ? അല്ല. പക്ഷെ അത് ഈ രാജ്യത്തിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാർ പറയത്തില്ല, ISROയുടെ മറ്റേ റോക്കറ്റ് വിടുന്നതിന് തൊട്ട് മുമ്പ് നാരങ്ങയും മറ്റു കാര്യങ്ങളും വെക്കും എന്ന് പറയുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതല്ലാതെ അത് പറയുന്ന സയൻസിനേക്കാൾ വലിയ പ്രൊട്ടക്ഷനാണോ ഇത് തരുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഇതൊരു ട്രഡീഷൻ്റെ, ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ രാജ്യത്തിനും ഉണ്ട്. എല്ലാ രാജ്യവും അതിൽ അഭിമാനിക്കുകയാണ്. ഏതൊരാളും അഭിമാനിക്കുക. നമ്മൾക്ക് മാത്രമാണ് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ ഞാൻ സെക്യുലറാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ സെക്യുലറാണ് എന്നതിൽ എഴുതാമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിരുന്നില്ല. അംബേദ്കർ തന്നെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, ഏത് സമയത്താണ് അതിന് സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നൊക്കെ എഴുതി ചേർത്തത് നമുക്കറിയാം. ഞാൻ പറഞ്ഞ അന്ന് അംബേദ്കർ പോലും പറഞ്ഞിരുന്നത് സെക്യുലർ എന്ന് എഴുതേണ്ടതില്ല, ദിസ് കൺട്രി ഈസ് ഇൻഹെറൻ്റ്ലി സെക്യുലർ. സെക്യുലർ ആണെന്ന് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല, നമ്മൾ പണ്ടേ സെക്യുലറാണ് എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രയോ ഹിന്ദു ദേവതകളുടെ ചിത്രം വരച്ചിട്ടുണ്ട്, അല്ലേ? ഹിന്ദു ദേവതകളുടെ ചിത്രം, രാമൻ്റെയും സീതയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഡാൻസിങ് നടരാജൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ കോപ്പിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അന്ന് നെഹ്റുവും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ പറയാമല്ലോ, അംബേദ്കറിനും ഒക്കെ പറയാമല്ലോ, ഇത് പറ്റില്ല എന്ന് പറയാമല്ലോ. വേറെ എത്ര ദൈവങ്ങളെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉള്ളത് ഹിന്ദു ദേവതാ സങ്കല്പങ്ങളല്ലേ. അതെന്തുകൊണ്ടാണ് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്? അന്ന് അതിനകത്തിൽ ആൾക്കാർക്ക് അതിനകത്ത് ബുദ്ധിമുട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഈ ലാൻഡിൻ്റെ കൾച്ചറാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ സ്വീകരിക്കുന്നത്. അതിനാർക്കും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നമ്മുടെ ഏതെങ്കിലും ഒരു ജനാധിപത്യ സ്ഥാപനം, ഭരണഘടനാ സ്ഥാപനം, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം, ഇതിൻ്റെയൊക്കെ സ്ലോഗൻസിലൊക്കെ ഇപ്പോൾ യോഗക്ഷേമം വഹാമ്യഹം,
സത്യമേവ ജയതേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ശംനോ വരുണ. ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഇതെല്ലാം ഹിന്ദു സ്ക്രിപ്റ്റേഴ്സാണ്. എന്നാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞില്ല ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കായിരുന്നല്ലോ. അതെന്താ എഴുതി വെക്കാത്തത്? സെയിം മെസ്സേജ് അല്ലേ പറയുന്നത്? വേണമെങ്കിൽ ട്രൂത്ത് ഓൾവേസ് ട്രയംസ് എന്ന് എഴുതി വെക്കാമല്ലോ, സത്യമേവ ജയതേ എന്നുള്ളതിന് പകരം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലത്തേക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് അത് തന്നെ എഴുതിയിരിക്കുന്നത്? കാരണം ഈ വാല്യൂസ് ആർ ഇൻഹെറൻറ്റ് ഇൻ അവർ കൾച്ചർ, ഇൻ അവർ ട്രഡീഷൻ. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ പറയുക ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഇവരല്ല. അപ്പോൾ ഇതിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഐഡിയലൈസ് ചെയ്യുന്നതോ എന്നൊക്കെ പറയുന്ന രീതി ഇന്നുണ്ടായതല്ല. ഇറ്റ് ഡിഡ് നോട്ട് ഒറിജിനേറ്റ് ഇൻ ദ ലാസ്റ്റ് 10 years. ഇറ്റ് വാസ് ദെയർ. അതിനെ നമ്മൾ അങ്ങനെ സ്വീകരിച്ചു. അതല്ലാതെ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ പഴയ സാറ്റലൈറ്റ്സ് വെച്ച് നോക്കൂ. ആര്യഭട്ട, രോഹിണി, ഈ പേരുകളൊക്കെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അന്നുണ്ടായിരുന്ന ആൾക്കാരെ സൈറ്റ്സ് ഇവരെല്ലാം നമ്മൾ നേരിട്ട് അവരുടെ പ്രൊഫൈലോട് എഴുതി വെച്ചിട്ടാണ് ഇവരിത് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മുടെ ഏതെങ്കിലും മിലിറ്ററി എക്യുപ്മെൻറ്റ്, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ റെജിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? ഈ കൾച്ചറൽ സിമ്പിൾസാണ്. അത് പ്രഡോമിനൻ്റ് ഹിന്ദുവാണ്. ബിക്കോസ് ഇത് ലാൻഡ് ഓഫ് ഹിന്ദുസ്. അങ്ങനെ ആയിരുന്നല്ലോ. അത് ആ കൾച്ചറിൻ്റെ ഭാഗം തന്നെയല്ലേ. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ അതല്ലേ, ആ ഇൻഡസ് എന്ന് പറയുന്നത് തന്നെയല്ലേ ഹിന്ദു. അപ്പോൾ അത് ഒരേ സമയം മതവുമാണ്, ഒരേ സമയം അത് സംസ്കാരവുമാണ്. അതിനെ ഇന്ന് നമ്മൾ ഒരൊറ്റ ലെൻസിൽ കൂടി മാത്രം കണ്ട് ഇവിടുത്തെ മെജോറിറ്റി മതത്തിൻ്റെ സിമ്പിൾസ് മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് കാണുന്നിടത്താണ് പ്രശ്നം. ഇപ്പം ഗ്രീക്ക് ദേവതകളെ, റോമൻ ദേവതകളെ ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിളാണ്. അപ്പം ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ട് സിയൂസ് എനിക്ക് സിയൂസ് ഞാൻ അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല. കാരണം അത് ആ ലാൻഡിൻ്റേതാണ്, ആ ലാൻഡിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, അതവരുടെ കൾച്ചറാണ്. ഈ സാധനത്തിനെ മുഴുവൻ നമ്മൾ മാറ്റിക്കും. കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റിക്കും. പിന്നെ വേർ ആർ യുവർ റൂട്ട്സ്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാധനത്തിൽ നിന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഓരോ സാധനങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള പേരെടുത്ത് വെക്കും. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതോ ഈ സംസ്കാരം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതോ ഇറ്റ്സ് നോട്ട് ഇൻ 1950s. ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടേതായിട്ടുള്ള ചില പൊതു മൂല്യങ്ങളെ, തത്വങ്ങളെ ഭാവിയിലേക്കും കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോഡീകരിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ പല രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ബുക്കാണ്, അതാണ് ഭരണഘടന. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇവിടെ ഒരു കൾച്ചറോ ട്രഡീഷനോ ഇവിടെ ഒരു രീതിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നൊരർത്ഥം അതിനില്ല. അപ്പം നമ്മളിപ്പം വി ആർ കൺഫ്യൂസിങ്. ഈ ഒന്ന് മറ്റൊന്നാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മളിതിനെ എല്ലാത്തിനെയും മതമാണ് 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 എന്ന് പറയുന്നത്. പണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം വന്ന സമയത്ത് സന്യാസിമാർ വന്നില്ലേ. അപ്പോൾ സന്യാസിമാർ വന്നപ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായില്ലേ. പണ്ട് സന്യാസിമാരുണ്ടായിരുന്നപ്പോഴോ, അന്നവരെ ഇൻവൈറ്റ് ചെയ്തിരുന്ന സമയത്തോ ആർക്കും പ്രശ്നമൊന്നുമില്ലായിരുന്നു. അന്ന് ആരെങ്കിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ റിലീജിയസ് ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്തോ? ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആരെയൊക്കെ സഹകരിപ്പിച്ചിരുന്നോ അതേ മഠങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇപ്പോഴും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അന്നില്ലാത്ത പ്രശ്നം നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? മതം എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു ആംഗിൾ കൊണ്ടുവെക്കുക. ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ചെയ്യുന്ന ഒരു ഡിവിസീവ് അജണ്ടയാണ്. അതൊരു പുതിയ സിമ്പിളിനെ ക്രിയേറ്റ് ചെയ്യുകയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് 2014 ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ഇന്ത്യയിൽ വന്നതിന് ശേഷം എത്ര പുതിയ കൾച്ചറൽ സിമ്പിൾസ് ഇതേപോലെ ഉണ്ടാക്കി? ഒരു കൾച്ചറൽ നാഷണലിസം എന്ന രീതിയിലത്തേക്ക് കാണിക്കാനായിട്ട് ഹിന്ദു സിമ്പിൾസിനെ എവിടെ എന്തിനു വേണ്ടിയിട്ട് വെച്ചു? എനിക്കറിയില്ല. മേ ബി ഒറ്റ ഈ റെജിമെൻ്റൽ വാർ ക്രൈ എന്ന രീതിയിലത്തേക്ക് മേ ബി സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. മേ ബി ദ ലാസ്റ്റ് 10 years, ഞാൻ ഓർക്കുന്നത് കറക്റ്റാണെങ്കിൽ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ജാട്ട് ബലവാൻ ജയ് ഭഗവാൻ, ജ്വാല മാതാ കി ജയ്, ദുർഗേ മാതാ കി ജയ്, പിന്നെ ശ്രീരാമചന്ദ്രനെ പറയുന്ന പലതുണ്ട് കേട്ടോ. ശ്രീരാമനെ പറയുന്ന പല റെജിമെൻ്റൽ വെർഷൻസ് ഉണ്ട്. ബജ്രംഗ് ബലിയെ പറയുന്ന പല റെജിമെൻ്റൽ വെർഷൻസ് ഉണ്ട്. ദേവിയെ പറയുന്നത്, ഭദ്രകാളിയെ പറയുന്നത്, കാളിമ പറയുന്നുണ്ട്. ഇനിയൊന്ന് കുമൗൺ റെജിമെൻ്റാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ ആ രീതിയിലത്തേക്ക് കാണേണ്ടതേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ.
അല്ല, അപ്പം നമ്മൾ ഈ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളണമെന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ഹിന്ദുമത സംസ്കാരമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കുറേ ജീർണിച്ച വശങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ കാണാതെ ഇതിൽ ഈ അഭിമാനം കൊള്ളാവുന്ന സംഗതികൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഈ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു സെൽഫ് ക്ലെൻസിങ്, സെൽഫ് റിഫൈനിങ് മതമാണ്. ഹിന്ദു മതത്തിന് ഒരിക്കലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരാതിരുന്നിട്ടില്ല. നിയമപരമായിട്ട് നിർത്തലാക്കപ്പെട്ടിരിക്കുന്ന ദുരാചാരങ്ങൾ മാത്രമല്ല ഉള്ളത്. ഈ കമ്മ്യൂണിറ്റി തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ കമ്മ്യൂണിറ്റി തന്നെ തുടർന്നിരുന്ന കുറേ കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നുന്ന സമയത്തോ ഈ കാലത്തിന് പറ്റുന്നതല്ല എന്ന് തോന്നുന്ന സമയത്തോ റിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ മതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതം ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണോ ആ പ്രിൻസിപ്പിൾസിൽ കാര്യമായ മാറ്റമില്ലാതെ അതിനെ പ്രിസർവ് ചെയ്ത് പോവാണ് ഇപ്പോഴും. ഞാനത് ശരിയാണെന്നോ തെറ്റാണെന്നുള്ളതല്ല എൻ്റെ വാദം. ഞാൻ പറയുന്നത് സെഞ്ച്വറീസ് കഴിഞ്ഞതിന് ശേഷവും അന്നുണ്ടായിരുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെ പല കാര്യങ്ങൾ പല രീതിയിൽ ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതും ഇസ്ലാമാണ് മറ്റേതും ഇസ്ലാമാണെന്ന് പറയും. ഇപ്പം അനിസ്ലാമികമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പാടില്ല സമസ്ത പറയും, അല്ലേ? ഒരു മുസ്ലിം അനിസ്ലാമികമായിട്ടുള്ളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് സമസ്ത ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയെ വിളക്ക് കത്തിക്കുന്നതിനെ എതിർക്കുന്നത്. എന്നാൽ വിളക്ക് കത്തിക്കുന്നത് ഹറാമാണ് എന്ന് ഇസ്ലാമിൽ എവിടെയെങ്കിലും പറയുന്നുണ്ട്? എങ്ങും പറയുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിം പള്ളികളിൽ വിളക്ക് കത്തിക്കരുത്. പക്ഷെ പഴയ പള്ളികളിൽ ഉൾപ്പെടെ വിളക്ക് കത്തിച്ചിരിക്കുന്ന രീതിയുണ്ട്. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് മതത്തിന് നിഷിദ്ധമായിട്ടുള്ള ഒന്നും നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാട്ട് നിരോധിച്ചു. ഇറാനിൽ എനിക്ക് തോന്നുന്നത് 1979 ശേഷം ഒരു മിനിമം 10 വർഷത്തേക്കെങ്കിലും കടുത്ത മ്യൂസിക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇസ്ലാമികമാണെന്ന്. എടാ, നമ്മുടെ നാട്ടിൽ ഒന്നാം തരം മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് മുസ്ലിങ്ങൾ, അല്ലേ? ഞാൻ പറഞ്ഞത് വാദ്യോപകരണങ്ങളിൽ ഏറ്റവും വലിയ വിസ്മയമായിരിക്കുന്ന പ്രാക്ടീസിങ് മുസ്ലിംസ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. പണ്ട് ആരെങ്കിലും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ മരിച്ചാൽ ടി വിയിൽ ഷെഹനായി മാത്രമേ കേൾക്കാനുള്ളൂ, അല്ലേ? ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായി, പിന്നെ സക്കീർ ഹുസൈനെ പോലുള്ള ആൾക്കാർ, AR റഹ്മാനെ പോലെ മുസ്ലിമായ ആൾക്കാർ, എത്രയോ ആൾക്കാരുണ്ട്. എവിടെയെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ വരെയുണ്ട്. ഇവിടെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക് ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇസ്ലാമും ഇവിടുത്തെ ഇസ്ലാമും വ്യത്യാസമാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻസ് ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയല്ല. ഇതേ തന്നെ വിളക്ക് കൊളുത്തുന്ന മുസ്ലിങ്ങളുമുണ്ട്. മമ്മൂട്ടി പ്രാക്ടീസിങ് മുസ്ലിം അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മമ്മൂട്ടി ഒരു ചടങ്ങിൽ വിളക്ക് കൊളുത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊളുത്തുന്നുണ്ട്. എനിക്കൊന്ന് PK കുഞ്ഞാലിക്കുട്ടിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു, ചെയ്യാറുണ്ട്. പക്ഷേ പഴയ അബ്ദുറബ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇതൊരു മതത്തിൻ്റെ നിയമമാണെങ്കിൽ ഇത് ഒരേപോലെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഒരു ആരിഫ് ഹുസൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പറയാം, അയാൾ എക്സ് മുസ്ലിം ആണെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, സ്റ്റിൽ പ്രാക്ടീസിങ് മുസ്ലിംസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേരിയൻസ് വരുന്നത് അതിൽ തർക്കം നിൽക്കുന്നുണ്ട്. ഒരു രാജ്യത്തുള്ളതുപോലെ അല്ല വേറൊരു രാജ്യത്ത്. അതെന്താ അങ്ങനെ വരിക? ഇപ്പോൾ ഇവിടെ ഹിജാബ് വേണം എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പല മുസ്ലിം രാജ്യങ്ങളിലും ഹിജാബ് നിർബന്ധമല്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിന് വേരിയേഷൻസ് ഉണ്ടോ? അങ്ങനെയല്ലല്ലോ. പക്ഷേ ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പല കാര്യങ്ങളും ഓരോ കാലത്തിനനുസരിച്ച് അത് മാറി വന്നിട്ടുണ്ട്. അപ്പം നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. മോശം കാര്യങ്ങൾ പലതും ഇല്ലാതായിട്ടുണ്ട്. ഇന്നും ചിലപ്പോൾ മോശം കാര്യങ്ങളുണ്ടാവാം. അതും കറക്റ്റ് ചെയ്യപ്പെടും. അത് സനാതനം എന്ന് പറയുന്നത് ഇങ്ങനെ നശിക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന എന്ന് പറയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ആ സെൽഫ് റിഫൈൻമെൻറ്റ് അക്കാര്യത്തിലുണ്ട്, സെൽഫ് ക്ലെൻസിങ് അതിലുണ്ട്, മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് വരെ മാറിയിട്ടില്ലേ? ഇപ്പോൾ ഒരു സമയത്ത് ചുരിദാർ ഇട്ടുകൊണ്ട് സ്ത്രീകൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനമില്ലായിരുന്നു. ഏതോ ഒരു സമയത്ത് തീരുമാനം എടുക്കുന്നു, ചുരിദാർ ഇട്ടുകൊണ്ട് കയറട്ടെ തീരുമാനിക്കുന്നു, അല്ലേ? ഞാൻ പറഞ്ഞു, ഈ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലതിനെയാണ് ഓഫ് കോഴ്സ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, തെറ്റിനെ നമ്മൾ തിരുത്തിക്കൊണ്ട് വരണം. അത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് എന്താ? ലോട്ടസാണ്. എവിടുന്ന ലോട്ടസ് വന്നേ? റിലീജിയസ് റീസൺസ് ഇല്ലേ? ചുമ്മാ എന്നാൽ പിന്നെ ലോട്ടസിനെ അങ്ങ് എടുത്തേക്കാന്നല്ലോ. കൾച്ചറലായിട്ട് തന്നെ അതിനുണ്ട്. ഏറ്റവും വലിയ പ്രോസ്പെരിറ്റിയുടെ ദേവത ഇരിക്കുന്നത് ലോട്ടസിലാണ്. അങ്ങനെ ഒരു പ്രാധാന്യം അതിനുണ്ട്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് അഗെയിൻ കൾച്ചറൽ. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യവും സ്വീകരിക്കുന്നത്. അങ്ങനെയാണ്. അതിന് നമ്മൾ തെറ്റൊന്നും പറയേണ്ട കാര്യമില്ല. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലാൻഡിൻ്റെ കൾച്ചറിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അതോ ഞാൻ എൻ്റെ മതം പറയുന്ന കൾച്ചറിലാണോ നിൽക്കുന്നത്? സോ വേർ ഡു ഐ ബിലോങ്? ഡു ഐ ബിലോങ് ഹിയർ ഇൻ ഇന്ത്യ ഓർ ഡു ഐ ബിലോങ് സംവെയർ എൽസ്?
ഇവിടെയാണ് എങ്കിൽ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ട്രഡീഷൻ, ഇവിടെ സ്കൂളിൽ എടുക്കുന്ന പ്രതിജ്ഞയില്ലേ, ആ പ്രതിജ്ഞയിൽ നമ്മൾ പറയുന്നത് ഓൾ ഇന്ത്യൻസ് ഇതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാനതിൻ്റെ കസ്റ്റോഡിയൻ, ഐ എം എ സ്റ്റേക്ക് ഹോൾഡർ. എന്നിട്ട് നമ്മളതിനെ വിപരീതമായിട്ട് പ്രവർത്തിച്ചാൽ തെറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ മതത്തിനപ്പുറത്ത് ഒരു കൾച്ചറൽ ഹിന്ദു ആണ്, ഇന്ത്യയിലുള്ള എല്ലാവരും ഒരു കൾച്ചറൽ ഹിന്ദു ആണ് എന്നാണോ ലാസ്റ്റ് പറഞ്ഞു? അബ്സല്യൂട്ട്ലി. പ്രൈമർലി നമ്മുടെ ഈ രാജ്യത്തെ കൾച്ചർ ഈസ് ഹിന്ദുയിസം. അക്കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവേണ്ടതില്ല. പിന്നെ ഇതിൽ ഈ പറയുന്ന നമ്മൾ സനാതനം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന മറ്റു മതങ്ങളുണ്ട്. ബ്രോഡ്ലി ഡെഫിനേഷൻസിൽ പോലും കോർട്ടാണെങ്കിലും നിയമത്തിലാണെങ്കിലും കൺസിഡർ ചെയ്യുന്നത് പോലും ഇവിടെ ഉണ്ടായിരിക്കുന്ന മറ്റു മതവിഭാഗങ്ങളിൽ, ഇപ്പം ജൈനിസം, ബുദ്ധിസം, ഇതിനെല്ലാം കൺസിഡർ ചെയ്യുന്നത് തന്നെ ഹിന്ദുയിസമായിട്ട് തന്നെയാണ്. വെൻ യു ഡിഫൈൻ സമ്മൺ ആസ് എ ഹിന്ദു, ഇറ്റ് ഇൻക്ലൂഡ്സ് സിഖ്, ജൈൻ, പിന്നെ ബുദ്ധിസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് നിയമങ്ങളിൽ പോലും, സുപ്രീം കോടതി പോലും പറയുന്നത് ആ രീതിയിലത്തേക്കുള്ള കാറ്റഗറൈസേഷനാണ്. അപ്പോൾ ഇത് ഈ രാജ്യത്തിൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്ന നേറ്റീവായിട്ടുള്ള കൾച്ചറാണ്, മതമാണ്. അതുകൊണ്ട് അത് അങ്ങനെയാണ്. സോ എവ്രി വൺ ഈസ് എ ഹിന്ദു. യെസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അവരെന്താ വിളിച്ചിരുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും അത് തന്നെയല്ലേ വിളിച്ചിരുന്നത്. ഈ രാജ്യത്തിനെ വിളിച്ചിരുന്ന വേറൊരു പേരെന്താ? ഇപ്പോഴും അത് വിളിക്കുന്നുണ്ടല്ലോ, ഹിന്ദുസ്ഥാൻ എന്നല്ലേ പറയുന്നത്. അപ്പം പാകിസ്ഥാനിലുള്ള ആൾക്കാർ പാക്കി, കോൾ ദം പാക്കി. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഹിന്ദു തന്നെയാണ്, അതിനകത്ത് ഡൗട്ടില്ല. അല്ല, അപ്പോഴും ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ ജനിക്കാത്ത മതങ്ങളിലുള്ള ഒരു ഇന്ത്യയിലുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അവരെങ്ങനെ ഈ കൾച്ചറൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടേമിലേക്ക് അവർക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യപ്പെടാം? അല്ല, അവരുടെ ട്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ആൾക്കാരല്ലേ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ആൾക്കാരൊന്നും തന്നെ ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അർജന്റീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരോ അല്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു റിലീജിയസ് ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടായി, ഇവിടെയുള്ള ആൾക്കാർ തന്നെ അതിലേക്ക് കൺവേർട്ട് ആയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് റൂട്ട്സ് നിങ്ങളെ മാറുന്നില്ല. യു ഒറിജിനലി ബിലോങ് ഹിയർ, ഇവിടെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഗ്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ പല മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ ഇറ്റലിയിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ അവിടെ പല മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ടാകും. എന്ന് കരുതി അവിടുത്തെ കൾച്ചറൽ സിമ്പിൾസിനെ എനിക്കത് പറ്റില്ല, എനിക്കത് മാറ്റണം എന്ന് പറയാൻ പറ്റും? ഇല്ല. യു ടേക്ക് പ്രൈഡ് ഇൻ ഇറ്റ്. നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മോസ്ക് എന്ന് കരുതിക്കോ. എനിക്കതിൽ അഭിമാനമല്ലേ ഉള്ളൂ, അല്ലാതെ അത് ഹിന്ദുവിൻ്റെ അല്ല, അത് മറ്റേ മുസ്ലിങ്ങളുടെയാണ്. അതുകൊണ്ട് ഞാനെങ്ങും പറയാറില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ പറയുന്നത്. നമ്മളിപ്പോഴും അഭിമാനം കൊള്ളുന്ന കുറേ കാര്യങ്ങൾ. നമ്മൾ മട്ടാഞ്ചേരി ജൂയിഷ് ടൗണിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താ? നമ്മൾക്ക് എത്ര ജൂതന്മാരെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഓൾഡസ്റ്റ് സിനഗോഗ് ഇതാ നമ്മുടെ ഇവിടെയാണ് വാ കാണാം. ചേരമാൻ മറ്റേ പള്ളി നമ്മുടെയാണ്, വാ കാണും എന്ന് പറയുന്നത് ഞാൻ മുസ്ലിമായിട്ടാണോ? അല്ല. ഞാൻ എൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എനിക്ക് പ്രൈഡേ ഉള്ളൂ. അതിനകത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല. എന്താ അതിനകത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനെ നമ്മുടേതായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുകയല്ലേ. ഇപ്പം നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്ത് റംസാൻ മാസത്തിൽ നോയമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ? ഇല്ല. എന്തിന്? അത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അല്ലേ. ഇറ്റ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് അവർ കൾച്ചർ. അങ്ങനെയാണ്. നമ്മുടെ കൾച്ചറിനെ അത് മാറ്റുന്നുണ്ടോ എന്നുള്ളതല്ല. നമുക്കിവിടെ നേറ്റീവായിട്ടുള്ളതുണ്ട്. പക്ഷേ നേരത്തെ അംബേദ്കർ പറഞ്ഞ പോലെ വി ആർ ഇൻഹെറൻ്റ്ലി സെക്യുലർ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വിദേശത്തു നിന്ന് വന്നിരിക്കുന്നതിനെയും മറ്റുള്ളതിനെയും എല്ലാം നമ്മൾ സ്വീകരിച്ച് വി ഹാവ് ബിക്കം വൺ വിത്ത് ദം. അതുകൊണ്ട് നമുക്കെല്ലാം അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ 1% പോലും ജനസംഖ്യയിലില്ലാത്ത വിഭാഗത്തിന് വരെ ഏറ്റവും വലിയ ജനവിഭാഗത്തിനുള്ള അതേ റൈറ്റ്സ് വിതൗട്ട് എനി ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് വിചാരിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മജോറിറ്റി കൊണ്ട് ചുമ്മാ അത് മാറ്റിക്കൂടെ? നമ്മളൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആവത്തില്ലേ? അങ്ങനെ പ്രോസ്പർ ചെയ്തിരിക്കുന്ന ഏത് തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആവുള്ളൂ? ഇല്ല. പക്ഷേ നമ്മളുടെ ആ റൂട്ട്സിൽ വി ഷുഡ് ബി പ്രൗഡ്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അതിനകത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ റൂട്ടിൽ നമ്മൾ അഭിമാനം കൊള്ളുക. ഈ അഭിമാനം കൊള്ളുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പം ഭരണത്തിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ട ഒരു നെറേറ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, രാജ്യസഭയിൽ കൂടി ഇവർ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഭരണഘടന തന്നെ തിരുത്തി എഴുതാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് വർഷങ്ങളായിട്ട് വരുന്നൊരു നെറേറ്റീവാണ്. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ഈ ഭരണഘടന തിരുത്തി എഴുതുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പോസിബിൾ ആണോ അത്? അല്ല, നോക്കൂ, ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു മോണോലിത്തിക് സംഭവമല്ല. ഇത് എല്ലാ കാലത്തേക്കും ഇത് മാറ്റാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഭരണഘടനയിൽ തന്നെ ഭരണഘടന എങ്ങനെ തിരുത്തണം എന്നുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അമെൻമെൻറ്റുകൾ അമെൻമെൻറ്റുകൾ എങ്ങനെ കൊണ്ടുവരാം,
ആ അമെൻമെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മെജോറിറ്റി തെളിയിക്കണം എന്താണെന്ന് എന്ന് വെച്ചാൽ ഇത് ഒരു ലിവിങ് ഡോക്യുമെൻ്റാണ്. ഭരണഘടന എന്ന് പറയുന്നതിന് ഒരു സാധാരണ രീതിയിലത്തേക്കുള്ള മറ്റേതൊരു റൂൾ ബുക്കിനേക്കാളും ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് ഈസ് റിട്ടൺ, പിന്നെ അതിനകത്ത് ചേഞ്ച് ഇല്ല, ഇറ്റ്സ് ഡെഡ്. പക്ഷേ ഭരണഘടന ഈസ് എ ലിവിങ് ഡോക്യുമെൻ്റ്. ഭരണഘടനയ്ക്ക് ജീവനുണ്ട്, അത് മരിക്കുന്നില്ല. അത് എന്നത്തേക്കും തുടരും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താം. 100+ അമെൻമെൻറ്റ്സ് ഓൾറെഡി ഇതിനകത്ത് വരുത്തി. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് മെജോറിറ്റി ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ച് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റൂ, ബേസിക് സ്ട്രക്ചർ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 100 തവണ ഇത് മാറ്റിയിരിക്കുന്നതിൽ ആർക്കും കൺസെൻസ് ഉണ്ടായിരുന്നില്ലേ? എത്രയോ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ തവണ ഭരണഘടനാ അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. കാശ്മീരിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ EWS വന്നില്ലേ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്ന സമയത്ത് 2 ഭരണഘടനാ ആർട്ടിക്കിൾസിൽ ചേഞ്ച് വന്നില്ലേ, അത് മാറ്റം വരുത്തിയിട്ടില്ലേ? അങ്ങനെ എവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി ചേഞ്ചസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇത് ആൾക്കാർ ഉണ്ടാക്കുന്ന ഈ നറേറ്റീവ് കൊണ്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ ഭരണഘടന എന്ന് പറയുന്നത് തിരുത്തപ്പെടാൻ പറ്റാത്തതാണ്. BJP വന്നു കഴിഞ്ഞാൽ അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇവരിതിനെ അങ്ങ് മാറ്റും. എങ്ങനെ മാറ്റും? എന്തായിട്ട് മാറ്റും? അവർ ഏതെങ്കിലും ഒരു രീതിയിലത്തേക്ക് അവർക്കത് മാറ്റാൻ കിട്ടുന്നുണ്ടെങ്കിൽ, അധികാരം കിട്ടുന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പുള്ള 100-100-ൽ പരം ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെ കൊണ്ടുവന്നോ, എങ്ങനെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയോ, അതേ മാർഗത്തിൽ കൂടി ഇവർക്ക് മാറ്റാൻ പറ്റും. അത് മാറ്റുന്നതിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ആൾക്കാർ അവരുടെ പോർട്ട്ഫോളിയോ അംഗീകരിച്ചിട്ട്, അവരുടെ മാനിഫെസ്റ്റോ അംഗീകരിച്ചിട്ട് അവർക്ക് അധികാരം കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ്. BJP ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനുള്ള പൂർണ്ണമായ ഭൂരിപക്ഷം സ്വന്തം നിലയ്ക്ക് കൊണ്ടുവന്നാൽ അതിനർത്ഥം എന്താ? അതിനർത്ഥം ജനങ്ങൾ അവരെ അതിനു വേണ്ടിയിട്ട് എക്വിപ്പ് ചെയ്യുന്നു എന്നാണ്. കാരണം ലോക്സഭയിലേക്ക് അവർക്ക് എങ്ങനെയാണ് മെജോറിറ്റി കിട്ടുക, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് കിട്ടുക, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ബോയിൽസ് ഡൗൺ ടു ദി ഇലക്ടറൽ പ്രോസസ്സ്. എന്ന് വെച്ചാൽ ആൾക്കാരാണ് ഇത്. അങ്ങനെ അല്ലാത്ത ആൾക്കാരാരെങ്കിലും വരുന്നുണ്ട്. ഇപ്പം രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് MPs ഉണ്ടായിരിക്കാം, രാഷ്ട്രപതി പക്ഷേ വളരെ കുറവ് ആൾക്കാരല്ലേ ഉള്ളൂ. ബാക്കി ആൾക്കാർ മുഴുവനും ഇൻഹറൻ്റ്ലി ഒരു ഇലക്ടറൽ സിസ്റ്റം വഴിയാണ് വന്നിരിക്കുന്നത്. ഓൾദോ അവരെ തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കാം? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കാം. പക്ഷേ ആ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേറൊരു ഇലക്ടറൽ പ്രോസസ്സാണ്, വിച്ച് ഈസ് ഡെമോക്രസി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. ശരി, അങ്ങനെ മാറ്റാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ ജയിപ്പിക്കും. എന്ത് തരത്തിലുള്ള മാറ്റം എന്നുള്ളതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ. നമ്മളുടെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ആൾക്കാർ ഭയപ്പെടുന്നത് തന്നെ. ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയും. നമ്മുടെ നാട്ടിൽ ഹരീഷ് എത്ര ബുദ്ധിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് ഒപ്പം ജീവിക്കുന്നതിൽ ഓൺ എ ഡേ ടു ഡേ ഇൻട്രാക്ഷൻ? എത്ര? സ്വാഭാവികമായിട്ട് ഒറ്റയാൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ബുദ്ധ പ്രതിമകളോ എത്ര കണ്ടിട്ടുണ്ട്? മേ ബി ഗണപതിയുടെ കണ്ടിട്ടുള്ള പ്രതിമകളുടെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബുദ്ധ പ്രതിമകൾ അല്ലേ? ഷോപ്പുകളിൽ വിൽക്കാനുള്ള പീസസ് ആയിട്ട് ക്യൂരിയോസ് ആയിട്ട് ഇരിക്കുന്നതിനകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധ പ്രതിമകളാണ്. ബുദ്ധൻ്റെ പടങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതിനോ ഗിഫ്റ്റ് കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു റിലിജിയൻ്റെ ആളാണെന്നേ, ഒരു റിലിജിയൻ ഉണ്ടാക്കിയിരിക്കുന്ന ആളാണെന്നേ. പക്ഷേ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ബുദ്ധനെ, എന്താ കുഴപ്പം? ബുദ്ധനെ കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധൻ്റെ പ്രതിമ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് പറ്റത്തില്ല, അവിടെ മാറ്റിയിട്ട് അയ്യപ്പൻ്റെ വെക്കണം എന്ന് നമ്മൾ പറയുമോ? ഇല്ല. എൻ്റെ വീട്ടിലോ ഞാൻ കാണിച്ചാലും ബുദ്ധനെ ഇരിക്കുന്നത്, ബുദ്ധൻ്റെ രൂപത്തിനകത്തിൽ ചെടി വളർത്തിയിരിക്കുന്നത് വരെ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഇത് ബുദ്ധമതം, ഇത് വേറെ മതം, നമ്മുടേതല്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഏതെങ്കിലും മതവിഭാഗത്തിലുള്ള ആൾക്കാർ ചിന്തിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് തോന്നാത്തത്? ഇവിടുത്തെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്, ബുദ്ധിസ്റ്റ് കൾച്ചറാണ്. ഒരേ സമയം മതവുമാണ്, അതേസമയം സംസ്കാരവുമാണ്. അതിൻ്റെ ഭാഗമായിട്ടിവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്കാർക്കും ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അത് ഇവിടെയുള്ള നമ്പർ ഓഫ് ബുദ്ധിസ്റ്റുകളെക്കാൾ വളരെ കൂടുതലായിരിക്കും ആ ബുദ്ധ പ്രതിമകളെന്ന് നമുക്കറിയാമല്ലോ, അല്ലേ? അതെന്തുകൊണ്ടാണ് ഇവിടെ സ്വീകാര്യത കിട്ടുന്നത്? ഇത് കച്ചവടം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവരെ ഉണ്ടാക്കും? ഇല്ല. അതെന്തുകൊണ്ടാണ് വരുന്നത്? എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളതാണ്. അതാണ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ വരെ വലിയ ബുദ്ധൻ്റെ രൂപങ്ങളുണ്ട്. പഴയ കാലത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ്. അത് ആരുടെയെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ട് അങ്ങനെ വെച്ചതാണോ? ഒന്നുമല്ല.
ഇതെല്ലാം ഇതിൻ്റെ പാർട്ടാണ്, ഇതിൻ്റെ നമ്മുടെ റൂട്ട്സാണ്. അപ്പോൾ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ മതം വച്ചിട്ട് മൊത്തം അങ്ങ് നമ്മുടെ ഭരണഘടന മാറ്റും എന്ന രീതിയിലത്തേക്കുള്ള ചിന്തകളൊക്കെ തന്നെ ഒന്നാമത് മിസ്പ്ലേസ്ഡ് ആണ്. രണ്ടാമത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭരണഘടന പറയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ ദർ ഈസ് സുപ്രീം കോർട്ട്. ലീഗൽ അവന്യൂസ് ഇല്ലാത്ത സംവിധാനമല്ലല്ലോ ഇത്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്, BJP അധികാരത്തിൽ വന്നാൽ സുപ്രീം കോർട്ടിനെ ഇല്ലാതാക്കും. അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടന മുഴുവൻ മാറ്റി ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് ഇനി ഭരണഘടനാ സ്ഥാപനങ്ങൾ വേണ്ട, സുപ്രീം കോടതി വേണ്ട എന്ന് തീരുമാനിക്കും. എന്നിട്ട് ആരാ നരേന്ദ്രമോദി അമിത്ഷായും കൂടെ വിധി പറയുമോ? അതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ ഭീതി വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ജനാധിപത്യപരമായി അവർക്കെതിരെ നിൽക്കാം, അവരെ ഇലക്ഷനിൽ പരാജയപ്പെടുത്താം, അധികാരത്തിലേക്ക് നിങ്ങൾക്ക് വരാം. ഇനി അതല്ല, നിങ്ങളെ പരാജയപ്പെടുത്തി അവരാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അവർക്ക് കിട്ടുന്ന റൈറ്റ് ഉപയോഗിച്ച് ഭരണഘടനയിൽ പറയുന്ന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഭരണഘടനയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്താനായിട്ട് പ്രൊവിഷൻ അതിലുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. അതിന് മാറ്റം വരുത്താനായിട്ട് ഇന്ദിരാഗാന്ധിക്ക് മാത്രമല്ല കഴിയുന്നു, എല്ലാവർക്കും കഴിയും. ഇന്ദിരാഗാന്ധിയെ ഇപ്പോഴും പണ്ട് വരുത്തിയിരിക്കുന്ന മാറ്റത്തിന് കുറ്റം പറയാത്ത ആൾക്കാരാണ് ഇതിന് കുറ്റം പറയുന്നത്. അതായത് വന്നതിനെ കുറ്റം പറയാത്ത ആൾക്കാരാണ് വരാത്തതിനെ കുറ്റം പറയുന്നത് എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും വലിയ തമാശ.